എല്ലാരും അടുത്തേക്കോ. ഒന്നും കൂടി വൈഡ് ഇറങ്ങി. താങ്ക് യു. അതെ എല്ലാ സ്ഥലത്തും ശൃംഗാരം അതാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ താറാവ് പോകുന്നത് പേടിയാണ്. ഇന്നത്തെ നമ്മുടെ ഈ യോഗത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് ചെറിയ പ്രോഗ്രാമായിട്ടാണ് നമ്മൾ നടത്തുന്നത്. ഒരു പക്ഷേ അച്ഛനെ കാണുമ്പോൾ വളരെ ശാന്തനായിട്ട് തോന്നുമെങ്കിലും ഒരു വലിയ പദവിയാണ് അദ്ദേഹത്തിന് കൈവരിക്കുന്നത്. അച്ഛൻ ഫാദർ മൈക്കിൾ ഈരാടി അച്ഛനാണ്. നമ്മുടെയൊക്കെ എല്ലാ കാര്യങ്ങളിലും വളരെ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി നമ്മളോടൊക്കെ നമ്മുടെ വാർഡ് മെമ്പർ കൂടിയായ നമ്മുടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് മാജി ബാബു ഞാൻ പ്രത്യേകം നിങ്ങളെ പരിചയപ്പെടാനാണ് ഇപ്പോൾ ഈ യോഗത്തിന് നേതൃത്വം കൊണ്ടിരിക്കുന്നത്. മറ്റു പല സംഘടനകളും വന്നിട്ടുണ്ട്, മറ്റു പല സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാനുണ്ട്. കാരണം നമ്മുടെ മീറ്റിങ്ങുകൾ കൂടുമ്പോൾ പലരും പറയാറുണ്ട് ഇനിയും മറ്റൊരു അധികാരമുണ്ട് പറയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ മുമ്പതിൽ നിൽക്കുന്ന ഒരു വലിയ കാര്യം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചെയ്തു തുടങ്ങിയത് നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുടെ ഉത്തരവാദിത്തത്തിൽ രോഗികൾക്ക്, ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് വേണ്ട സഹായം ചെയ്യുന്ന ഒരു വലിയ പദ്ധതി, കാരുണ്യ സ്പർശം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. അത് വലിയൊരു പ്രോജക്റ്റായിട്ട് നമുക്കിവിടെ നടത്താൻ സാധിച്ചു. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ അവസരത്തിൽ അതൊന്ന് പറഞ്ഞു പോകുന്ന നല്ലതാണെന്ന് പറയുകയാണ്. അതായത് ഏകദേശം 1000-ലേറെ കൂപ്പണുകൾ, ഒരു കൂപ്പൺ 1100 രൂപ വില വരുന്ന കൂപ്പണാണ്. 1000-ലേറെ കൂപ്പണുകൾ നമ്മൾ ഓരോ രോഗികളുടെയും വീട്ടിൽ ചെന്ന് കണ്ട് അവരെ നേരിട്ട് കണ്ട് സംസാരിച്ച് നമ്മളൊരു മീറ്റിംഗ് വിളിച്ച് അവരെ പരസ്യത്തിന് വേണ്ടി കൊണ്ടുവരികയോ ഒന്നും ചെയ്യാതെ അവരുടെയൊക്കെ വീടുകളിൽ പോയി കണ്ട് അവർക്ക് ഈ സഹായം എത്തിച്ചു കൊടുക്കുന്ന 20 രോഗികൾക്ക് നമ്മൾ ഇതിനോടൊപ്പം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 5-6 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞു. ആ തരത്തിലെ ഏറെ സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ആശംസിക്കാം. പിന്നെ ഈ യോഗത്തിൽ അതുപോലെ തന്നെ അക്രാക്കിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്ന നമ്മുടെ ഡേവിഡ് ജെ പൈനാടത്തുണ്ട്. അദ്ദേഹം ആശംസകൾ നേരത്തെ സംസാരിക്കും. ഡേവിഡിനെ ഈ പറഞ്ഞതുപോലെ അക്രാക്കിനെ കുറിച്ച് സ്വാഗതം ആശംസിക്കുമ്പോൾ ഈ നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ആശംസിക്കും. നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എനിക്ക് ധനകാര്യത്തിൻ്റെ ഉള്ളതല്ലേ, വികസനം അത് നല്ല സാധനം, നമുക്കൊക്കെ വളരെ അത്യാവശ്യമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടി ചാർജുള്ള ഷൈജോ പറമ്പി നമ്മുടെയൊക്കെ നാടിൻ്റെ പുത്രനല്ലേ. അപ്പോൾ ഷൈജോ പറമ്പി ഈ അവസരത്തിൽ ഏറെ സ്നേഹത്തോടു കൂടി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇനി സ്വാഗതം ആശംസിക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓരോരുത്തരെയും എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം അത്രയേറെ വിലയുണ്ട്. സകലേറെ ജോസഫ് ഉണ്ട്. ഈ ഫ്രണ്ടിലേക്ക് മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷനുകളുടെ നൈജോ, അതുപോലെ ലതിക ശശികുമാർ, നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇപ്പോൾ ബ്ലോക്കിന്റെ ചാർജുള്ള ലതിക ശശികുമാർ. എനിക്ക് തോന്നുന്നു ഈ അക്രാക്കിന്റെ പ്രവർത്തനങ്ങളിൽ ഏറെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് കേട്ടോ ലതിക ശശികുമാർ. ഞങ്ങൾ എവിടെയൊക്കെ മീറ്റിംഗ് നടന്നു അവിടെയൊക്കെ പോയിട്ട് നമുക്ക് ഈ അക്രാക്കിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ളത് ഞങ്ങളല്ല, ലതികയാണ്. അപ്പം അത്രയേറെ നമുക്ക് സ്നേഹത്തോടു കൂടി നമ്മളോട് പെരുമാറിയിട്ടുള്ള ലതിക ശശികുമാർ. പിന്നെ ഞാൻ വിട്ടുപോയ പേരുകൾ ഉണ്ടാകും, സോറി, എന്നോട് ക്ഷമിക്കണം. ജോണി പള്ളിപ്പാട് നമ്മുടെ സഹകരണ ബാങ്കിൻ്റെ നിന്ന് മാത്രമല്ല മൊത്തം എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന, അതുപോലെ നൈജോ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രതിനിധി, അങ്ങനെ ഒത്തിരിയേറെ ആളുകളോടുണ്ട്. അവരെല്ലാവരും ഈ അവസരത്തിൽ ഞാൻ നമ്മുടെ ഏറെ സ്നേഹത്തോടുകൂടിയാണ് പെരുമാറുന്നത്. ഒരു സഹോദരങ്ങളെ പോലെ നമ്മളോട് പെരുമാറുന്ന അച്ഛന്മാരെല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ സിസ്റ്റേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്.
സിസ്റ്റേഴ്സിനെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അവരുടെ ഒരു പങ്കാളിത്തം ഇവിടെ ഉണ്ടാകാറുണ്ട്. സിസ്റ്റേഴ്സ് SC കോൺവെന്റിലെ സിസ്റ്റേഴ്സാണ് വന്നിരിക്കുന്നത്. അവരെ ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. മറ്റൊരു വിഭാഗമുള്ളത് ഞാൻ നേരത്തെ വരുന്നുള്ളൂ കേട്ടോ അവരോട്. മറ്റൊരു വിഭാഗം ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്കറിയാം ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞു അച്ഛൻ വന്നതിന് ശേഷം ഇവിടെ കുറെ ആളുകളെ ചെറിയ യൂത്തിനെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു നല്ല ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ യൂത്തിന്റെ പ്രോഗ്രാമുകൾ അല്പം ഗ്യാസ് വരും. പ്രിയമുള്ളവര്, മന്ത്രിക്ക് അത്യാവശ്യമായിട്ട് ചങ്ങനാശ്ശേരിയിൽ എത്തേണ്ട ഒരു പ്രോഗ്രാം ഉണ്ട്. കറുകുറ്റി ആർട്ട് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് പ്രസിഡന്റ് ജോണി പള്ളിപ്പാട്, SD കോൺവെന്റ് റോഡ് റെസിഡൻസ് അസോസിയേഷൻ വേണ്ടി ജിഷോ ആൻഡ് പി, സൈഡിൽ നിൽക്കണം. റെയിൽവേ ബ്രിഡ്ജ് നഗർ റെസിഡൻസ് അസോസിയേഷൻ വേണ്ടി ഫിലിപ്പ് PV ആൻഡ് ടി, സൈഡിൽ നിൽക്കേ. എടക്കുന്ന് വെസ്റ്റ് നഗർ റെസിഡൻസ് അസോസിയേഷൻ വേണ്ടി ഷോൾ ഇടിക്കുന്നു. എടക്കുന്ന് നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ ലാലു ജോർജ്, ഷിൻഡോ എല്ലാവരും. KPG റെസിഡൻസ് അസോസിയേഷന് വേണ്ടിയിട്ട് KP കൃഷ്ണൻ, പ്രതിക്കോ EENRA അസോസിയേഷന് വേണ്ടി പാപ്പച്ചൻ അണ്ടി, MNRA അസോസിയേഷന് വേണ്ടിയിട്ട് ആൻഡ്രു PV ആൻഡ് ടി, കോട്ടക്കകം റെസിഡൻസ് അസോസിയേഷന് വേണ്ടി സെബാസ്റ്റ്യൻ ടി, കോട്ടക്കകം പറഞ്ഞു. മരങ്ങാടൻ പൗരാവലിക്ക് വേണ്ടിയിട്ട് ഷിജു ആൻഡ് ടി, ഷിജു പൈനടത്താൻ ടി, KCRAക്ക് വേണ്ടി അതിന്റെ ഭാരവാഹികൾ റോബിൻസൺ ആൻഡ് ടി, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ബഹുമാനപ്പെട്ട വൈദിക സിസ്റ്റേഴ്സ്, എത്രയും സ്നേഹമുള്ളവരും, അക്രാക്ക് സംഘടനയോടൊപ്പം അസിരി ശാന്തി കേന്ദ്രത്തിലെ അച്ഛന്മാരും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ഈ ആശ്രമ ദേവാലയത്തിലുള്ള MI സംഘടനയും യൂഫ്ര സംഘടനയും ഞങ്ങളുടെ അയൽവാസികളുമൊപ്പം ആദരണീയനായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് സ്വീകരണം നൽകുന്നതിൽ ഏറെ സന്തോഷമുണ്ട്, ഏറെ അഭിമാനമുണ്ട്. നമ്മുടെ സ്വന്തം MLA, അങ്കമാലിയുടെ MLA എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ത്യക്ക് പുറത്ത് എവിടെ ചെന്നാലും ഞങ്ങളുടെ മന്ത്രി എന്ന് പറയുമ്പോൾ ഏറെ അഭിമാനം. മാർപ്പാപ്പ ആഗോള കത്തോലിക്ക സഭയുടെ തലവനാകുന്നതിന് മുമ്പ് റോമാ രൂപതയുടെ മെത്രാനാണ്. ആ മെത്രാന മാത്രമേ മാർപ്പാപ്പയാകാൻ സാധിക്കൂ എന്ന് പറഞ്ഞതുപോലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിലും അങ്കമാലിയുടെ MLA ആണ്, നമ്മുടെ സ്വന്തമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ജനോപകാര പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് തന്റെ പ്രാഗൽഭ്യവും കഴിവും തെളിയിച്ചുകൊണ്ടുമാണ് അദ്ദേഹത്തിന് ഇന്ന് മന്ത്രിയാവാൻ സാധിച്ചത്. മുതിർന്നവരോടും സ്ത്രീകളോടും യുവാക്കന്മാരോടും കുട്ടികളോടും ഏറെ സ്നേഹത്തോടും ജനങ്ങളോടും ഒത്തുനിന്ന ഒരു നേതാവ്, ദീർഘവീക്ഷണമുള്ള ഒരു ഉൾക്കാഴ്ചയുള്ള ഒരു നേതാവ്. അതുകൊണ്ടാണ് ഇത്രയും ചെറുപ്പക്കാരെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ട് ശ്രദ്ധേയമായ ഒരു യുവ നേതാവായിട്ട് അദ്ദേഹം മാറാൻ സാധിച്ചത്. നിങ്ങൾ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്തകൾ കണ്ടു.
പാരിയത്തുകാവ് പ്രശ്നം റോജി എം ജോൺ മന്ത്രി നേതൃത്വം നൽകി പരിഹരിച്ചു. 5 സെന്റ് സ്ഥലവും 1000 സ്ക്വയർ ഫീറ്റ് വീടും വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ഏറെ അഭിമാനമുണ്ട്. ഇത്രയും യുവ നേതാവ് ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ട് അത് തീർക്കുന്നു. അത് നമ്മുടെ എല്ലാം അഭിമാനമായിട്ട് മാറുന്നു. ഉന്നത വിദ്യാഭ്യാസം ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലും ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും പഠിച്ചതുകൊണ്ട് നടത്തിയതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെ കുറിച്ചും അതിന്റെ പോരായ്മകളെ കുറിച്ചും വെല്ലുവിളികളെ കുറിച്ചും വ്യക്തമായ ധാരണ മന്ത്രിക്കുണ്ട്. അതുകൊണ്ട് സ്വാഗത പ്രസംഗം കഴിയുമ്പോൾ ഉദ്ഘാടനമോ അല്ലെങ്കിൽ അധ്യക്ഷ പ്രസംഗം കഴിയുമ്പോൾ ഉദ്ഘാടനമോ നടത്തി നമുക്ക് സ്ഥലം വിട്ടു പോവാം. ഈ നമുക്കുള്ള സ്വീകരണ പരിപാടിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞിട്ടേ സംസാരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇന്ന് എനിക്ക് ഇതിന് ശേഷം ഒന്ന് ചങ്ങനാശ്ശേരിയിൽ എത്തേണ്ടതാണ്. അപ്പോൾ എന്തായാലും അക്രാക്കിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിലും ഈ പരിപാടി ഏറ്റവും മനോഹരമാക്കിയതിലും ഞാൻ ആദ്യമേ തന്നെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. കറുകുറ്റിയിലെ പ്രസിഡന്റ് അസോസിയേഷനുകളുടെ ഈ അപ്പെക്സ് ബോഡി കഴിഞ്ഞ കുറേ നാളുകളായി ഏറെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റ് അസോസിയേഷനുകൾ വളരെ സജീവമാകുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ എല്ലാവരും എന്താ പറയുന്നത്, ചെറിയ കുടുംബങ്ങളായി ഒതുങ്ങുന്ന ഒരു സമയത്ത് വീടുകളിൽ ആളുകളുടെ എണ്ണം കുറയുന്നു. ഉള്ള ആളുകൾ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്നു. പ്രായമായ ആളുകൾ കൂടുതലായി വീടുകളിൽ അവശേഷിക്കുന്നു. അയൽവക്കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചോദിക്കാനും പറയാനും ആളുകൾ സ്വതവേ താല്പര്യപ്പെടാത്ത അല്ലെങ്കിൽ അതിനൊരു ഇൻട്രസ്റ്റ് കാണിക്കാത്ത ഒരു സമയമാണ്. ഒരു കാലഘട്ടത്തിൽ അയൽവക്കത്ത് വീട്ടിൽ വൈകുന്നേരം വിളക്ക് കത്തിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ വിളക്ക് കെടുത്താൻ താമസിച്ചാൽ തൊട്ടടുത്തുള്ള വീട്ടുകാർ അന്വേഷിക്കായിരുന്നു എന്ത് പറ്റിയെന്ന് അന്വേഷിക്കായിരുന്നു. ഇന്നിപ്പോൾ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ഒരു ബഹളം കേട്ടാൽ പോലും ഞാൻ എന്തിനാ വെറുതെ അവിടെ പോയി എൻ്റെ ഇത് വിടക്കാക്കുന്നത് എന്നാണ് പലരും ചിന്തിക്കുക. നമ്മൾ അങ്ങോട്ടേക്ക് നിവൃത്തി ഉണ്ടെങ്കിൽ അന്വേഷിക്കാൻ പോകാതിരിക്കുക എന്നാണ് പലരും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജീവിത രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കുടുംബം എന്ന ഒരു നിലയിലേക്ക് ഒതുങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവിടെ റെസിഡന്റ് അസോസിയേഷനുകൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഒരാവശ്യം വന്നാൽ ചോദിക്കാനും പറയാനും അന്വേഷിക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ